श्री अद्वैता गदाधर श्रीवासादि गौरभक्तवृंदा। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും ഭഗവത്ഗീത സത്സംഗത്തിലേക്ക് സ്വാഗതം. നമ്മളിവിടെ വായിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണ കൃപാമൂർത്തി എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിലെ 2ാമത്തെ അധ്യായമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 2ാമത്തെ അധ്യായത്തിലെ ആദ്യ 2 ഭാഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യ ഭാഗത്ത് ഭഗവാൻ ആത്മാവിനെ കുറിച്ച് സാഖ്യയോഗത്തിൽ അർജുനന് വിശദമാക്കി കൊടുത്തു. ആത്മാവിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, ആത്മാവും ശരീരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല, ഒരു ശരീരം വിട്ടാലും അടുത്തൊരു ശരീരത്തിലേക്ക് ആത്മാവ് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദേഹം മാത്രമേ നശിക്കുന്നുള്ളൂ. ദേഹി നിത്യമവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതും അർഹസി. ആത്മാവ് മാത്രമേ നശിക്കുന്നുള്ളൂ, ആത്മാവ് നശിക്കുന്നില്ല, ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ. ഒരു ശരീരത്തിലുള്ള ആത്മാവും നശിക്കുന്നില്ല. അതുകൊണ്ട് ഒരു ജീവനെ കുറിച്ചും നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്ന് ഭഗവാൻ സാഖ്യയോഗത്തിൽ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം കർമ്മയോഗത്തിന്റെ കുറച്ച് ഭാഗം ഭഗവാൻ പറഞ്ഞു. കർമ്മയോഗം അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാലും സാമൂഹിക നീതി അനുസരിച്ച് അർജുനൻ യുദ്ധം ചെയ്യേണ്ടതാണ്. കാരണം അർജുനൻ ക്ഷത്രിയനാണ്, ക്ഷത്രിയന്റെ ചുമതല യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് അർജുനൻ ആ ഒരു കടമ നോക്കിക്കഴിഞ്ഞാലും യുദ്ധം ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതിൽ നിന്ന് ഒഴിവാകുന്നതിലൂടെയാണ് അർജുനന് അകീർത്തി ഉണ്ടാകുന്നത്. ആ അകീർത്തി ക്ഷത്രിയന് സഹിക്കാൻ സാധിക്കാത്തതാണ്. മരണത്തെക്കാൾ ദുഃഖകരമാണ് ഒരു ക്ഷത്രിയനുണ്ടാകുന്ന അപമാനം. അതുകൊണ്ട് നീ യുദ്ധം ചെയ്തേ മതിയാകും എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ സാഖ്യയോഗം അനുസരിച്ച് നോക്കിയാലും കർമ്മയോഗം അനുസരിച്ച് നോക്കിയാലും അർജുൻ യുദ്ധം ചെയ്യുക തന്നെയാണ് വേണ്ടത് എന്ന് ഭഗവാൻ തീരുമാനിച്ചു പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ ഭഗവാൻ ബുദ്ധിയോഗത്തെ കുറിച്ച് പറഞ്ഞു തരാം എന്നാണ് പറയുന്നത്. ബുദ്ധിയോഗം കുറച്ചുകൂടി രഹസ്യമാണ്. അതാർക്കാണ് മനസ്സിലാകുന്നത് എന്ന് ഭഗവാൻ ആ ബുദ്ധിയോഗത്തിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന ബഹുശാഖാഹി അനന്താശ ബുദ്ധയോ അവ്യവസായിന. ഭഗവാനിൽ പൂർണ്ണമായി വിശ്വാസം ഉറച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ബുദ്ധിയോഗത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അവരുടെ ലക്ഷ്യം ഒന്നു തന്നെയാണ്, ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം. അങ്ങനെ ഉറച്ചു നിൽക്കുന്നവർക്ക് ആ വ്യവസായാത്മിക ബുദ്ധി ഭഗവാൻ നൽകും എന്നാണ് പറയുന്നത്. ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്നതിനെയാണ് ബുദ്ധിയോഗം എന്ന് പറയുന്നത്. അതിന് ഭഗവാനിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ തന്റെ ജീവിതം പൂർണ്ണമാകും എന്നുള്ള വിശ്വാസം ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ബുദ്ധിയോഗത്തിൽ മുന്നേറാൻ സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ബുദ്ധിയോഗത്തിൽ പ്രവർത്തിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ കർമ്മബന്ധങ്ങളെല്ലാം താനെ ഇല്ലാതാവും എന്ന് ആ ബുദ്ധിയോഗത്തിന്റെ പ്രയോജനമായിട്ട് ആദ്യം തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബുദ്ധ്യായുക്തോ യയാപാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി യേശാദേ അഭിഹിതേ സാഖ്യേ ബുദ്ധിർയോഗേത്തി മാം ശൃണു ബുദ്ധ്യായുക്തോ യയാപാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. 39ാം ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. ഈ ബുദ്ധിയോഗത്തിൽ പ്രവർത്തിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ കർമ്മബന്ധങ്ങളെല്ലാം ഇല്ലാതാക്കാൻ സാധിക്കും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ ബുദ്ധിയോഗത്തിന്റെ പ്രയോജനം
ആ ബുദ്ധിയോഗത്തിന്റെ മേന്മകൾ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബുദ്ധിയോഗത്തിൽ കുറച്ചെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, വളരെ കുറച്ച് മാത്രം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വലിയ വലിയ ദുരിതങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാ. ഈ ബുദ്ധിയോഗത്തിൽ പ്രവർത്തിക്കുന്നതിന് യാതൊരു ദോഷവുമില്ല. മറ്റ് കർമ്മമാർഗങ്ങൾ പോലെയല്ല ബുദ്ധിയോഗം അല്ലെങ്കിൽ ഭക്തിയോഗം. അതിന് യാതൊരു ദോഷവുമില്ല. കുറച്ചെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പ്രയോജനം മാത്രമേ ഉള്ളൂ. അതിന് യാതൊരു നഷ്ടവുമില്ല, അതൊരിക്കലും നശിക്കുകയുമില്ല എന്ന് ഭഗവാൻ അതിന്റെ ഒരു മേന്മയായിട്ട് പറയുന്നുണ്ട്. ബുദ്ധിയോഗത്തിന്റെ മേന്മയായിട്ട് പറയുന്നുണ്ട്. സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയ. അതിൽ കുറച്ചെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വലിയ വലിയ ദുരിതങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് ഒരു വ്യക്തിക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്ന് പറഞ്ഞു. പക്ഷെ എല്ലാവർക്കും അതിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഭഗവാനിൽ വിശ്വാസമുറച്ച, ഭഗവാന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുന്നവർക്ക് മാത്രമേ ഈ ബുദ്ധിയോഗത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഭൗതികമായിട്ടുള്ള ഐശ്വര്യങ്ങളിൽ വല്ലാതെ ഭ്രമിച്ചിരിക്കുന്നവർക്ക് ഈ ബുദ്ധിയോഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം പിന്നീട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യാമിമാം പുഷ്പിതാം വാചം പ്രവദന്തി അഭിപശ്ചിത വേദവാദരഥാപാർത്ത നാന്യതസ്ഥീതി വാദിന കാമാത്മാന സ്വർഗപര ജന്മകർമ്മ ഫലപ്രദ ക്രിയാവിശേഷ ബഹുലാം ഭോഗൈശ്വര്യ ഗതിം പ്രതി. ഒരു വ്യക്തി വേദങ്ങൾ പഠിക്കുന്നത് അല്ലെങ്കിൽ ആത്മീയതയിലേക്ക് വരുന്നത് ഭോഗൈശ്വര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ, ഐശ്വര്യ സമൃദ്ധമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയാണെങ്കിൽ ആ വ്യക്തിക്ക് ബുദ്ധിയോഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. കാരണം വേദങ്ങളുടെ ആദ്യ ഭാഗം ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഒരു വ്യക്തി ആകർഷിതനായി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ബുദ്ധിയോഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാമാത്മാന സ്വർഗപര ജന്മകർമ്മ ഫലപ്രദ ക്രിയാവിശേഷ ബഹുലാം ഭോഗൈശ്വര്യ ഗതിം പ്രതി. ഉയർന്ന ജന്മം, സ്വർഗീയ ലോകപ്രാപ്തി, ഇതിനെല്ലാം വേണ്ടി വേദങ്ങൾ പഠിക്കാൻ ഒരു വ്യക്തി മുതിരുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ബുദ്ധി ഉറച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ബുദ്ധിയോഗത്തിലേക്ക് പ്രവേശിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല. ഭോഗൈശ്വര്യ പ്രസക്താനം തയാ അപഹൃത ചേതസ വ്യവസായാത്മിക ബുദ്ധി സമാധോ ന വിധീയതേ. അങ്ങനെ ഭോഗൈശ്വര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തയാ അപഹൃത ചേതസ വ്യവസായാത്മിക ബുദ്ധി സമാധോ ന വിധീയത. ആ വ്യക്തിക്ക് വ്യവസായാത്മിക ബുദ്ധിയോ അല്ലെങ്കിൽ സമാധിയോ ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. വ്യവസായാത്മിക ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന് വേണ്ടിയുള്ള പ്രവർത്തനം, ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള പ്രവർത്തനം, ഭഗവാന്റെ നിർദ്ദേശം മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനത്തിനെയാണ് വ്യവസായാത്മിക ബുദ്ധി എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നീട് വേദങ്ങളുടെ നിലവാരവും ഭക്തിയുടെ നിലവാരവും തമ്മിൽ താരതമ്യപ്പെടുത്തി ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേദങ്ങളുടെ ആദ്യ ഭാഗങ്ങളിൽ, കർമ്മകാണ്ഡങ്ങളിൽ 3 വിഷയങ്ങളെക്കുറിച്ചാണ്, 3 ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആ ത്രിഗുണങ്ങൾക്കും ഉപരിയായിട്ടുള്ള പ്രവർത്തനമാണ് ബുദ്ധിയോഗം എന്ന് ഭഗവാൻ പറയുന്നത്. അപ്പോൾ അർജുനൻ ആ ത്രിഗുണങ്ങൾക്കും ഉപരിയായിട്ടുള്ള ബുദ്ധിയോഗത്തിലേക്ക് വരണം എന്നാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. ആ ബുദ്ധിയോഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വേദങ്ങളിലെ കർമ്മകാണ്ഡങ്ങളെ അനുസരിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ആ കർമ്മകാണ്ഡങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതിനൊരു ഉദാഹരണവും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ബുദ്ധിയോഗത്തിൽ വന്ന ഒരു വ്യക്തിക്ക് വീണ്ടും വേദങ്ങളിലെ കർമ്മകാണ്ഡങ്ങൾ അനുസരിക്കേണ്ട ആവശ്യമില്ല. അതിനൊരു ഉദാഹരണം ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 46-ാമത്തെ ശ്ലോകം.
ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കേൾക്കുന്നുണ്ടോ? യെസ്. എന്താണ് ഉത്തരം? പ്രഹ്ലാദനാണോ? ഭഗവത്ഗീതയിൽ തന്നെ ഭഗവാൻ ഒരു ഉദാഹരണം പറയാം. ഉദ്യോഗത്തിൽ ഉറച്ചൊരു വ്യക്തിയുടെ പ്രഹ്ലാദനാണോ? ഉദ്യോഗത്തിൽ ഉറച്ചൊരു വ്യക്തിയുടെ അവസ്ഥയും വേദങ്ങൾ പഠിക്കുന്ന വ്യക്തിയുടെ അവസ്ഥയും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീതയിൽ തന്നെയുള്ള ഉദാഹരണമാണ്. 46-ാമത്തെ ശ്ലോകത്തിൽ ആ ഉദാഹരണമാണ് ഭഗവാൻ പറയുന്നത്. യെസ്, 46-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് ഭഗവാൻ പറയുന്നത്? ഹരേ കൃഷ്ണ പ്രഭുജി. യെസ്, കവിത മാതാജി പറഞ്ഞോളൂ. കൃഷ്ണനും താനുമുള്ള ശാശ്വത ബന്ധത്തെ കുറിച്ച് അതാണ് പ്രഭുജി. യെസ്, ശാശ്വത ബന്ധത്തെ കുറിച്ച് അറിഞ്ഞ് പ്രവർത്തിക്കുന്ന വ്യക്തിയും വേദം പഠിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള ഒരു താരതമ്യം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഭഗവാൻ പറയുന്നത്? വേദപഠനത്തിന്റെ ഉദ്ദേശം ആത്മസാക്ഷാത്കാരം എന്നാൽ കൃഷ്ണനെയും കൃഷ്ണൻ താനുമുള്ള ശാശ്വത ബന്ധത്തെയും കുറിച്ച് അറിയുകയാണ്. ജീവാത്മാക്കൾക്ക് കൃഷ്ണനോടുള്ള ബന്ധത്തെയും സർവപ്രപഞ്ചത്തിലെ മൂലകാരണമായ കൃഷ്ണനെ കുറിച്ച് ബോധം ഉളവാക്കലാണ് വേദപഠനത്തിന്റെ ഉദ്ദേശം. കൃഷ്ണനും താനുമുള്ള ശാശ്വത ബന്ധത്തെ കുറിച്ച് അറിയുകയാണ് ജീവാത്മാക്കൾ കൃഷ്ണനോടുള്ള ബന്ധത്തിന്റെ ഒരു ഇത്. കൃഷ്ണനെ മനസ്സിലാക്കിയ ഒരു വ്യക്തിയും വേദം പഠിക്കുന്ന ഒരു വ്യക്തിയും തമ്മിൽ ഭഗവാൻ താരതമ്യപ്പെടുത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണ് പറഞ്ഞത്? അതെന്താണ് പറഞ്ഞത്? അതാണ് 46-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അല്ലെ? 2-ാമത്തെ അധ്യായത്തിൽ 46-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? യാവാൻ അർത്ഥ ഉദപാനെ സർവത സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിചാര. ഹരേ കൃഷ്ണ. അർത്ഥ ഉദപാനെ സർവത സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിചാര. ഒരു വ്യക്തി ഭഗവാന് വേണ്ടി പറഞ്ഞോ. ഹരേ കൃഷ്ണ. അതായത് ഇതാണ് അതിൽ പറഞ്ഞേക്കുന്നത്. ഒരു കൊച്ചു കുളത്തിനെ നിറവേറ്റാൻ സാധിക്കുന്ന ആവശ്യമല്ല ഒരു വലിയ സംഭരണി കൊണ്ട് നിർവഹിക്കാമെന്ന് പറയുന്ന പോലെ വേദങ്ങളിലെ ഫലോദിഷ്ട കർമ്മം ഇല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലോദിഷ്ടമല്ലാതെ കർമ്മം ചെയ്യുക എന്നതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണോ? അതൊന്നും നമ്മളെന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത് നമ്മള് കർമ്മകാണ്ഡങ്ങളിൽ കൂടെ പോകാതെ ഭഗവാനെ അറിഞ്ഞ് ഭഗവാന് വേണ്ടി എല്ലാ കർമ്മങ്ങളും ഫലോദിഷ്ടം ഇല്ലാണ്ട് അത് ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്താൽ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്താം എന്നാണ് പറഞ്ഞത്. എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചും കൊണ്ട് കർമ്മം ചെയ്താൽ. അപ്പൊ ഭഗവാൻ ഇവിടെ ഒരു കിണറിന്റെയും ഒരു കുളത്തിന്റെയും ഒക്കെ കാര്യം പറയുന്നുണ്ടല്ലോ, അതെന്താ? പ്രഭു, ജലം സർവത്ര നിറഞ്ഞു നിൽക്കുമ്പോൾ കിണർ, കുളം മുതലായ ചെറു ജലാശയങ്ങൾ എന്ത് പ്രയോജനമുണ്ടോ അത്ര മാത്രമേ വേദങ്ങളെ കൊണ്ട് ബ്രഹ്മജ്ഞാനിക്ക് പ്രയോജനമുള്ളൂ. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമ്മളെന്താണ് മനസ്സിലാക്കേണ്ടത്? ഭക്തന്മാരെന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു വലിയ സംഭരണിയിലുള്ളതിനെ പോലെ തന്നെ ആ കൊച്ചു കിണറിൽ നിന്നും ഭഗവാനോട് ഭക്തി ഉണ്ടെങ്കിൽ ആ കൊച്ചു കിണറിൽ നിന്നും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കും എന്നല്ലേ പ്രഭു? ഹരേ കൃഷ്ണ പ്രഭുജി. ഭഗവാനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, നേരിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്തിനാണ് വേദം? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ക്ലാസ് തുടങ്ങി. ക്ലാസ്സിലാണ്
യെസ്, അതാണ് അല്ലേ. അപ്പൊ ഏതാണ്, ആർക്കാണ് കൊച്ചു കിണറുള്ളത്, ആർക്കാണ് ജലസംഭരണി ഉള്ളത്? അതായത് ബലം ഇച്ഛിച്ച് കർമ്മം ഭഗവാന് ചെയ്യുന്നവർക്ക് ഭഗവാൻ ഒരു ജലസംഭരണി. കിണറിന്റെയും കുളത്തിന്റെയും കാര്യം പറയുന്നുണ്ടോ? അത് ആർക്കാണുള്ളത്? ഫല ഇച്ഛയോടുകൂടെ ചെയ്യുന്ന വേദപഠനത്തിന്റെ ആ ഒരു ഇത്, അതായത് വലിയ ജലസംഭരണി. അതേസമയം ഭഗവാനെ മാത്രം വെച്ച് ഫലം ഇച്ഛിക്കാതെ ഭഗവാനെ മാത്രമേ ആശ്രയിക്കുന്നത് കൊച്ചു കിണറിന്റെ ഒരു ഇത്. അങ്ങനെയല്ലേ പ്രജി? എനിക്ക് മനസ്സിലായില്ല. ഒരു ഭക്തനാണോ കിണറുള്ളത്? ഇല്ല, വേദം പഠിക്കുന്ന ആൾക്കാണ്. ഭക്തന് ജലസംഭരണി, ഭക്തന് ഭക്തന് ജലസംഭരണി, വേദം പഠിക്കുന്ന ആൾക്ക് കൊച്ചുകുളം, അങ്ങനെയാണോ? ആണോ? എനിക്കറിയില്ല. ഇങ്ങനെ, അതായത് ഭഗവാനോടുള്ള ഭക്തിയാണ് ഏറ്റവും എല്ലാത്തിലും വലുത്. മുഖ്യമാണെന്നല്ലേ? എന്താണ് നമുക്ക് തോന്നുന്നത്? വേദങ്ങളിലും പുരാണങ്ങളിലുമുള്ള അറിവ് കൊണ്ട് നേടാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഭഗവാനോടുള്ള കറതീർന്ന ഭക്തി കൊണ്ട് സാധിക്കും. അതെ, അതാണ് ഇപ്പം മാതാജി പറഞ്ഞു, സ്മിത മാതാജി പറഞ്ഞു, ഭഗവാനെ നേടിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് വേദം പഠിക്കുന്നത്? അല്ലേ, വേദം പഠിക്കുന്നത് ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ടാണ്. വേദങ്ങളെല്ലാം പഠിച്ചിട്ടും ഭഗവാനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്താണ് കാര്യം? ഭഗവാൻ ഇവിടെ പറയുന്നത് ആ കൊച്ചു കിണർ എന്ന് പറയുന്നത് വേദം പഠിക്കുന്ന ആൾക്കാണ്. അല്ലെ, വേദം പഠിക്കുന്ന ആൾക്കാണ് കൊച്ചു കിണർ കൊണ്ട് നടക്കുന്നത്. ഭക്തന് വലിയ വിശാലമായിട്ടുള്ള ഒരു ജലാശയം തന്നെയുണ്ട്. അതാരാണ്? അത് ഭഗവാൻ തന്നെയാണ്. അല്ലെ, ആ ഭഗവാൻ തന്നെ ജലാശയമായിട്ടുണ്ട്. പിന്നെ എന്തിനാണ് വീണ്ടും കിണർ ഒഴിക്കുന്നത് എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. ഭഗവാനെ കൂടെ നിർത്തുന്ന ഒരു വ്യക്തിക്ക് വീണ്ടും വേദത്തിലെ കർമ്മങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെ, അത് ഏതുപോലെയാണ് വീണ്ടും കർമ്മകാണ്ഡത്തിലേക്ക് പോകുന്നത്? വലിയൊരു ജലാശയം സ്വന്തമായിട്ടുണ്ടായിട്ട് വീണ്ടും ചെറിയൊരു കിണർ കുഴിക്കാൻ പോകുന്നത് പോലെയാണ്. അതിന്റെ ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം എന്താണ്? ഭഗവാൻ നേരിട്ട് ആ ഭക്തന് സഹായത്തിനുണ്ട്. അതുകൊണ്ട് ആ വേദപഠനത്തിനേക്കാൾ എത്രയോ ഉപരിയാണ് ആ നേരിട്ടുള്ള ഭഗവത് സേവനം എന്നിവിടെ ഭഗവാൻ വ്യക്തമാക്കുന്നത്. അത് നമ്മൾക്ക് ഭക്തന്മാർക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. അല്ലെ, ആ വിശ്വാസത്തിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഈ പുസ്തക പഠനത്തിലൂടെ ഇതിൽ എന്താണോ എഴുതി വെച്ചത് അങ്ങനെ നമ്മൾ വായിക്കുകയല്ല വേണ്ടത്. നമ്മളത് ഉൾക്കൊണ്ട് നമ്മൾ പറയണം. അപ്പോഴാണ് നമുക്ക് വിശ്വാസമുണ്ടോ ഇല്ല എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഓക്കെ, ഇത്രയും ഭഗവാൻ പറഞ്ഞു. ബുദ്ധിയോഗത്തിൽ പ്രവർത്തിക്കുന്നതിലൂടെ കർമ്മബന്ധങ്ങളെല്ലാം ഇല്ലാതാകും. അതേപോലെ തന്നെ അതിൽ കുറച്ചെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വലിയ നേട്ടം ഉണ്ടാകും. ഇത് വേദപഠനത്തിനേക്കാൾ ഉപരിയായിട്ടുള്ള നേട്ടമാണ് നമ്മൾക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യമെല്ലാം ഭഗവാൻ പറഞ്ഞു തന്നു. അതിനുശേഷം എങ്ങനെയാണ് അതിൽ പ്രവർത്തിക്കുന്നത്, എന്താണ് അതിന്റെ പ്രവർത്തന രീതി, ആ പ്രവർത്തന രീതിയെ കുറിച്ചാണ് ഭഗവാൻ, ബുദ്ധിയുഗത്തിലുള്ള പ്രവർത്തന രീതിയെ കുറിച്ചാണ് 47ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ശ്ലോകമാണ്. കർമ്മണ്യേവ അധികാരസ്ഥേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുർഭൂ മാതേ സംഗോസ്തു അകർമ്മണി. കർമ്മണ്യേവ അധികാരസ്ഥേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുർഭൂ മാതേ സംഗോസ്തു അകർമ്മണി. നമുക്ക് അതിന്റെ വിവർത്തനം ഭാവാർത്ഥം വായിക്കാം. അതിനുശേഷം നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. വിവർത്തനം. സ്വന്തം നിയത കർമ്മം നിർവഹിക്കാനേ നിനക്ക് അധികാരമുള്ളൂ. കർമ്മഫലങ്ങളിൽ യാതൊരുവിധ അധികാരവും ഇല്ല. കർമ്മത്തിൽ നിന്നുളവാകുന്ന ഫലങ്ങളുടെ ഹേതു താനാണെന്ന് കരുതേണ്ട. സ്വകർത്തവ്യം അനുഷ്ഠിക്കാതെ ഒഴിയാൻ ആഗ്രഹിക്കുകയും അരുത്. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. 3 വിഷയങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. വിധിക്കപ്പെട്ട കർമ്മം, സ്വേച്ഛാനുസൃതമായ കർമ്മം, കർമ്മത്തിൽ നിന്നൊഴിയൽ. ഒരാളുടെ സ്വാർജിതമായ ഭൗതിക ഗുണങ്ങൾക്ക് അനുസരിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് നിയത കർമ്മം എന്ന് പറയുന്നത്.
സ്വേച്ഛാനുസൃതം എന്നാൽ ആധികാരികമല്ലാത്തത്. അകർമ്മം തന്റെ വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നിറവേറ്റാതിരിക്കൽ. അകർമ്മം പാടില്ലെന്നും ഫലകാംക്ഷ കൂടാതെ തന്റെ നിയത കർമ്മം നിർവഹിക്കണമെന്നും ഭഗവാൻ അർജുനനോട് ഉപദേശിക്കുന്നു. കർമ്മഫലത്തിൽ ആകൃഷ്ടനായ ഒരാൾ കർമ്മത്തിന്റെ ഹേതുഭൂതനുമാകും. അയാൾ കർമ്മഫലങ്ങൾ ദുഃഖമായാലും സുഖമായാലും അനുഭവിച്ചേ തീരൂ. വിധിക്കപ്പെട്ട കർമ്മങ്ങൾ 3 വിധമുണ്ട്. ദൈനംദിന കർമ്മം, നൈമിത്തിക കർമ്മം, സ്വേച്ഛാപ്രകാരം ചെയ്യുന്ന കർമ്മം. ധർമ്മഗ്രന്ഥങ്ങൾക്ക് അനുസൃതമായി തന്റെ കർത്തവ്യമായി കരുതി നിത്യകർമ്മങ്ങൾ ഫലാകാംക്ഷ കൂടാതെ അനുഷ്ഠിക്കുന്നതാണ് സത്വഗുണത്തിലുള്ള പ്രവൃത്തി. ഫലം ഉദ്ദേശിച്ച് ചെയ്യുന്നവ ബന്ധന ഹേതുവായി തീരുന്നത് കൊണ്ട് മംഗളകരങ്ങളല്ല. തനിക്ക് വിധിക്കപ്പെട്ട കർമ്മം ചെയ്യാൻ ഏവർക്കും അവകാശമുണ്ട്. പക്ഷേ അത് ചെയ്യുന്നത് ഫലാസക്തിയോടെ ആവരുത്. വിധിക്കപ്പെട്ട കർമ്മങ്ങൾ അനാസക്തിപൂർവം നിർവഹിക്കപ്പെട്ടാൽ അത് ഒരാളെ മുക്തിമാർഗത്തിലേക്ക് എത്തിക്കുന്നു. ഫലത്തിൽ ആസക്തനാകാതെ തന്റെ കർത്തവ്യമെന്ന നിലയിൽ യുദ്ധം ചെയ്യാനാണ് കൃഷ്ണൻ അർജുനനോട് ഉപദേശിച്ചത്. യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് ആസക്തിയുടെ മറ്റൊരു വശമാണ്. അങ്ങനെയുള്ള ആസക്തി ഒരിക്കലും മോചന മാർഗത്തിലേക്ക് എത്തിക്കുന്നില്ല. 2 വിധത്തിലായാലും ആസക്തി ബന്ധന ഹേതുവാണ്, അകർമ്മം പാപവും. അതുകൊണ്ട് തന്റെ കടമ എന്ന നിലയിൽ യുദ്ധം ചെയ്യുക മാത്രമേ അർജുനനെ മംഗളകരമായ മുക്തി മാർഗമായിട്ടുള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ഷമാദജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ശ്ലോകമാണ്. കർമ്മണ്യേവ അധികാരസ്തേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുർഭൂ മാതേ സങ്കോസ്തു അകർമ്മണി. അപ്പോൾ ഇവിടെ എന്തിനെ കുറിച്ചാണ്? 3 കർമ്മങ്ങളെ കുറിച്ചാണ്, 3 കാര്യങ്ങളെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത് എന്ന് ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്. കർമ്മം, അകർമ്മം, അതേപോലെ ഫലോദിഷ്ടമായിട്ടുള്ള കർമ്മം. 3 കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ ബുദ്ധിയോഗത്തിൽ എങ്ങനെ പ്രവർത്തിക്കാം എന്നാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. ബുദ്ധിയോഗത്തിനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നതെല്ലാം. അപ്പോൾ ബുദ്ധിയോഗത്തിൽ മാത്രമേ നമ്മൾക്ക് ഈ ഒരു ശ്ലോകം ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. കർമ്മണ്യേവ അധികാരസ്തേ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുർഭൂ മാതേ സങ്കോസ്തു അകർമ്മണി. നമ്മളോട് നിർദ്ദേശിച്ച കർമ്മം മാത്രമേ നമ്മൾക്ക് ഈ ബുദ്ധിയോഗത്തിൽ ചെയ്യാൻ സാധിക്കൂ. ഒന്നുകിൽ ഭഗവാൻ നിർദ്ദേശിച്ച കർമ്മം, അല്ലെങ്കിൽ ഗുരു നിർദ്ദേശിച്ച കർമ്മം. അതിനാണ് കർമ്മണ്യേവ അധികാരസ്തേ, അധികാരപ്പെടുത്തിയിട്ടുള്ള കർമ്മം. നമ്മളോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു, അത് നമ്മൾ ചെയ്യണം. മാ ഫലേഷു കഥാചന, അതിന്റെ ഫലത്തിൽ നമ്മൾ ആസക്തരാകരുത് എന്നാണ് പറയുന്നത്. പിന്നെ എന്ത് കാര്യം പറയുന്നു? മാ കർമ്മഫലഹേതുർഭൂ, നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അത് ബുദ്ധിയോഗമാകുന്നില്ല. കർമ്മഫലം ഇച്ഛിച്ച് നമ്മൾ എന്തെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുകയാണെങ്കിൽ അത് ബുദ്ധിയോഗത്തിലെ കർമ്മമല്ല. മാതേ സങ്കോസ്തു അകർമ്മണി എന്ന് വെച്ച് നമ്മൾ കർമ്മം ചെയ്യാതിരിക്കുകയും ചെയ്യരുത്. അങ്ങനെ 4 കാര്യങ്ങൾ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് ഉദാഹരണമായിട്ട് ആർക്കെങ്കിലും ഒരു കർമ്മം പറയാൻ സാധിക്കുമോ? ഭഗവാൻ നിർദ്ദേശിച്ച ഒരു കർമ്മം നമ്മൾ ഫലേച്ഛയില്ലാതെ ചെയ്യുകയാണ്. അങ്ങനെ ഏതെങ്കിലും കർമ്മം നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുമോ? നമ്മൾ സാധാരണ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും എന്താണ്? എന്തെങ്കിലും കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഭൗതികമായിട്ട് എന്തെങ്കിലും നേട്ടം എന്തെങ്കിലും നമ്മളൊന്നും സാധാരണഗതിയിൽ പ്രവർത്തിക്കാറില്ല. പക്ഷെ ബുദ്ധിയോഗത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ഭഗവാനിൽ വിശ്വസിച്ച് കർമ്മഫലേച്ഛയില്ലാതെ നമ്മൾ പ്രവർത്തിക്കണം. അങ്ങനെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമോ? അങ്ങനെ ഏതെങ്കിലും പ്രവർത്തനമുണ്ടോ? നമ്മൾ ഭഗവാന് വേണ്ടി സേവ ചെയ്യുന്നതും എന്ത് സേവയാണ് ചെയ്യുന്നത്? സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റും? നാമം ചൊല്ലുക, അല്ലേ? ഹേമലത മാതാജി പറഞ്ഞു അല്ലെ? നമ്മൾ നാമം ജപിക്കുന്നത് എന്താണ്? കർമ്മണ്യേവാധികാരം. നമ്മൾ കർമ്മമാണ്, അതൊരു കർമ്മമാണ്. ഭഗവാന്റെ നാമം നമ്മൾ ജപിക്കുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നുണ്ട്, സ്മരിക്കുന്നുണ്ട്, കർമ്മമാണ്.
പക്ഷെ അതിന്റെ ഫലം എന്താണെന്ന് നമ്മൾക്ക് കൃത്യമായിട്ട് അറിയില്ല, അല്ലെ? ഭഗവാൻ എന്തോ ഫലം തരും എന്ന് വിശ്വസിച്ച് നമ്മൾ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ആ കർമ്മം ചെയ്യുന്നത്. അല്ലാതെ ഒരു 10 മാല ജപിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും തരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ നാമം ജപിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ സാധ്യമാണ്, അല്ലെ? ഇത് പ്രാക്ടിക്കൽ അല്ലാത്ത കാര്യമല്ല പറയുന്നത്. ഭക്തിയോഗത്തിൽ മാത്രം അത് സാധ്യമാണ്. ഭക്തിയോഗത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കും. ഭഗവാന് വേണ്ടി സംസാരിക്കുക, ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, ആ നവവിധ ഭക്തിയും നമ്മൾക്ക് ഈ രീതിയിൽ ചെയ്യാൻ സാധിക്കും. ഫലമിച്ഛിക്കാതെ ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ഗുരുവിന്റെ തൃപ്തിക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കും. കാരണം അതെല്ലാം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള കർമ്മമാണ്. ഇങ്ങനെ ചെയ്യണം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഭഗവാനെ കുറിച്ച് കേൾക്കണം, ഭഗവാനെ കുറിച്ച് സംസാരിക്കണം, ഭഗവാനെ സ്മരിക്കണം, ഭഗവാന് വിഗ്രഹാരാധന ചെയ്യണം, ഭഗവാന് വേണ്ടി മറ്റുള്ള സേവനങ്ങളൊക്കെ പ്രചരിപ്പിക്കണം, ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കണം. ഇതെല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടത്? കർമ്മണ്യേവ അധികാരസ്ഥേ. അതിൽ നിന്ന് എന്തെങ്കിലും പ്രത്യേകിച്ച് ഫലം നമ്മൾക്ക് ഭഗവാൻ തരും എന്ന് പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്. ഫലം മുഴുവൻ ഭഗവാന് സമർപ്പിച്ച് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ ചെയ്യണം, അല്ലെങ്കിൽ ഗുരുവിന്റെ തൃപ്തിക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ ചെയ്യണം. അതാണ് അധികാരപ്പെടുത്തിയിട്ടുള്ള കർമ്മം എന്ന് പറയുന്നത്. അപ്പൊ ഭക്തിയോഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് ഗുരു ചില കർമ്മങ്ങൾ നമ്മൾക്ക് അധികാരപ്പെടുത്തി തരും. അല്ലെ, നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, 16 മാല ജപിക്കണം, ദിവസവും ഭഗവത്ഗീത വായിക്കണം, ദിവസവും ഭാഗവതം വായിക്കണം, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ആ കർമ്മങ്ങളൊക്കെ നമ്മൾ എങ്ങനെ ചെയ്യണം? എന്തെങ്കിലും അതിൽ നിന്ന് ഫലം കിട്ടും എന്ന് വിചാരിച്ച് ചെയ്യാൻ പാടില്ല. അത് ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഗുരു പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ടതാണ്, ഒരു കടമ എന്നുള്ള രീതിയിൽ നമ്മൾക്ക് അത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ബുദ്ധിയോഗത്തിലുള്ള കർമ്മത്തിനെ കുറിച്ചാണ് ഈ ഭഗവാൻ ഇവിടെ പറയുന്നത്. ബുദ്ധിയോഗത്തിലല്ലാതെ നമ്മൾക്ക് ഇത് പ്രവർത്തിക്കാൻ, പ്രാക്ടിക്കൽ ചെയ്യാൻ സാധിക്കും. ബുദ്ധിയോഗത്തിലല്ലാത്ത കർമ്മങ്ങളൊന്നും പ്രാക്ടിക്കലായിട്ട് നമ്മൾക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുകയില്ല. ഇപ്പൊ കർമ്മണ്യേവ അധികാരസ്ഥേ മാ ഫലേഷു കഥാചന. അതിൽ നിന്നും ഉള്ള ഫലത്തിൽ നമ്മൾ ആസക്തരാകണം. ഫലം ഭഗവാൻ തരുകയോ തരാതിരിക്കുകയോ ചെയ്യും, അത് ഭഗവാന്റെ കയ്യിലാണ്. മാ കർമ്മഫലഹേതു. കർമ്മഫലത്തിന് വേണ്ടി നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും പ്രവർത്തിക്കരുത്. അത് ബുദ്ധിയോഗമാകുന്നില്ല. സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ഭക്തിയുടെ പേരിൽ നമ്മൾ എന്തെങ്കിലും സ്വന്തം ഇഷ്ടത്തിന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതും എന്താവുന്നില്ല, ബുദ്ധിയോഗമായിട്ട് ഭഗവാൻ അംഗീകരിക്കില്ല. മാതേ സങ്കോസ്തു അകർമ്മണി. നമ്മൾ ഭക്തിയോഗത്തിൽ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യരുത്. കർമ്മങ്ങൾ ഉണ്ടാകും, ഫലം കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ പ്രവർത്തിക്കാതിരിക്കരുത് എന്നാണ് പറയുന്നത്. ഇത് പൂർണ്ണമായിട്ടും ബുദ്ധിയോഗത്തിൽ മാത്രം പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കർമ്മമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വായിച്ച ആ ശ്ലോകത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇപ്പോൾ വായിച്ച ശ്ലോകത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇപ്പൊ പ്രബോധർ പറയുന്നത്, ഭാവാർത്ഥത്തിൽ പറയുന്നത് 3 തരം കർമ്മത്തിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് എന്നാണ്. 3 തരം കർമ്മത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഭഗവാൻ എന്തൊക്കെ വാക്കാ ഉപയോഗിക്കുന്നത്? അധികാരപ്പെടുത്തിയിട്ടുള്ള കർമ്മം, കർമ്മണ്യേവ അധികാരസ്ഥേ. മാ കർമ്മഫലഹേതു. കർമ്മഫലം അനുസരിച്ചിട്ടുള്ള, കർമ്മഫലത്തിന് വേണ്ടിയിട്ടുള്ള കർമ്മം. അതേപോലെ മാതേ സങ്കോസ്തു അകർമ്മണി. കർമ്മം, അകർമ്മം, അതേപോലെ ഫലം ഉദ്ദേശിച്ചുള്ള കർമ്മം. 3 തരം കർമ്മത്തിനെ കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് മനസ്സിലായോ? പ്രഭുജി. യെസ്. അപ്പൊ അതിന്റെ ഉദാഹരണം എന്തൊക്കെയാണ്? ഒന്ന് കർമ്മം, അത് നമുക്ക് വിധിക്കപ്പെട്ട കർമ്മം. പിന്നെ അകർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ല, അല്ല വികർമ്മം ചെയ്യാൻ പാടില്ലാത്തത്. അകർമ്മം നമുക്ക് വിധിക്കപ്പെട്ട കർമ്മം ചെയ്യാതെ മാറി നിൽക്കുന്നത് അകർമ്മം.
പിന്നെ ഇതെല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് ഭഗവാന് വേണ്ടി ചെയ്യുന്നത് അങ്ങനെ അകർമ്മമായിട്ട് ചെയ്യാൻ സാധിക്കും. എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് നിഷ്കാമമായിട്ട് ചെയ്യുന്ന കർമ്മം അത് അകർമ്മമായിട്ട് തീരും. ഭഗവാനിലെല്ലാം സമർപ്പിക്കുമ്പോൾ അതല്ലേ 3 കർമ്മങ്ങള്. ഈ ശ്ലോകത്തിൽ ഭഗവാൻ 3 കർമ്മത്തെ കുറിച്ച് പറയുന്നുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ പല സ്ഥലത്തുനിന്നും കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ശ്ലോകത്തിൽ ഭഗവാൻ 3 തരം കർമ്മത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതെന്തൊക്കെയാണ്? അത് നമ്മൾക്ക് വ്യക്തമായിരിക്കണം. ഹരേ ഗുരു കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭു. ചെയ്യുന്ന കർമ്മം നമ്മളുടെ ഇഷ്ടപ്രകാരം സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന കർമ്മം ബുദ്ധി വിനിയോഗിച്ച് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നാം കർമ്മം ചെയ്യണം. അങ്ങനെയാണോ? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ ഗുരു പ്രഭു. ഗുരു പറയുന്നതനുസരിച്ച് ചെയ്യുന്ന കർമ്മം, അതായത് നമ്മൾ ഫലേച്ഛ ഇല്ലാതെ ചെയ്യുന്ന കർമ്മം. മറ്റൊന്ന് ഫല ഇച്ഛിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മം. മറ്റൊന്ന് അകർമ്മം, അതായത് നമുക്ക് പറഞ്ഞിരിക്കുന്ന കർമ്മം ചെയ്യാതിരിക്കുന്ന അവസ്ഥ. കറക്റ്റ് ആണ്. കർമ്മണ്യവ അധികാരപ്പെടുത്തിയിട്ടുള്ള കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു നിർദ്ദേശിച്ചിട്ടുള്ള കർമ്മമാണ് അധികാരപ്പെടുത്തിയിട്ടുള്ള കർമ്മം എന്ന് പറയുന്നത്. ചെയ്യാൻ പറഞ്ഞു. അർജുനന്റെ കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഭഗവാൻ നേരിട്ട് പറഞ്ഞു, അർജുനോട് നേരിട്ട് പറഞ്ഞു, നീ എന്താണ് യുദ്ധായ കൃതനിശ്ചയ, യുദ്ധത്തിനായിട്ട് എഴുന്നേറ്റ് യുദ്ധം ചെയ്യുക എന്ന് ആര് പറഞ്ഞു? ഭഗവാൻ പറഞ്ഞു. അപ്പോൾ അർജുനന്റെ അധികാരപ്പെടുത്തിയിട്ടുള്ള കർമ്മം അല്ലെങ്കിൽ ഭഗവാനിൽ നിന്നും നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള കർമ്മം എന്താണ്? യുദ്ധം ചെയ്യുക എന്നുള്ള കർമ്മമാണ്. അപ്പോൾ നമ്മൾക്ക് നേരിട്ട് ഭഗവാനിൽ നിന്ന് കർമ്മം കിട്ടുന്നില്ല. നമ്മളോട് ഗുരുവാണ് പറഞ്ഞു തരുന്നത്, നിങ്ങൾ ഇത് ചെയ്യൂ, നാമം ജപിക്കൂ, അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് കേൾക്കൂ, അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് സംസാരിക്കൂ, ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കൂ എന്ന് പറയുന്നത് നമ്മൾക്കുള്ള കർമ്മമാണ്. ചൈതന്യ മഹാപ്രഭു നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ, എന്താണ്? യാരെ ദേഖോ താരേ കഹോ കൃഷ്ണ ഉപദേശം. ആരെ കണ്ടു കഴിഞ്ഞാലും ഭഗവാനെ കുറിച്ച് സംസാരിക്കുക. അതാണ് ഭഗവാൻ നിർദ്ദേശിച്ചിട്ടുള്ള നമുക്ക് വേണ്ടിയുള്ള കർമ്മം. നമ്മളോട് യുദ്ധം ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല, യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. ഋണാദപി സുനീചേന തരോ രവി സഹിഷ്ണുന അമാനിന മാനതേന കീർത്തനീയ സദാഹരി. അതാണ് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള കർമ്മം. ഭഗവാന്റെ നാമം കീർത്തിക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് അധികാരപ്പെട്ടുള്ള കർമ്മം. അതിന്റെ ഫലത്തിൽ നമ്മൾ ആസക്തരാകാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ കർമ്മം അധികാരപ്പെടുത്തിയിട്ടുള്ള കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ നാമകീർത്തനം, അതാണ് നമ്മുടെ അധികാരപ്പെടുത്തിയിട്ടുള്ള കർമ്മം. മറ്റൊന്ന് കർമ്മഫലം ഹേതുവായിട്ടുള്ള കർമ്മങ്ങൾ. അതെന്താണ്? അത് നമ്മൾ ഗുരു പറഞ്ഞതല്ല, സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന കർമ്മങ്ങളാണ്. ഫലം ഇച്ഛിച്ചുകൊണ്ടുള്ള കർമ്മങ്ങൾ അത് നമ്മൾ ചെയ്യുന്ന. മാതേ സങ്കോസ്തു അകർമ്മണി. അകർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ അകർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയുഗത്തിലുള്ള അകർമ്മമല്ല. ഇവിടെ അകർമ്മം എന്ന് പറയുന്നത് കർമ്മം ചെയ്യാതിരിക്കുന്നതാണ്. നമ്മൾ വേറെ സ്ഥലത്ത് കേട്ടിട്ടുണ്ടാവും, ഭക്തിയുഗത്തിൽ കർമ്മത്തിന് കർമ്മഫലമില്ല, അതുകൊണ്ട് അതിനെ അകർമ്മം എന്ന് പറയുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ ഭഗവാൻ അകർമ്മം എന്ന് പറയുന്നത് കർമ്മം ചെയ്യാതിരിക്കുന്നതിനെയാണ് അകർമ്മം എന്ന് പറയുന്നത്. അതിന് ഭക്തിയുഗത്തിലെ അകർമ്മമായിട്ട് ബന്ധമില്ല. അപ്പൊ ഇവിടെ എന്താണ് 3 കർമ്മങ്ങൾ കൊണ്ട് ഭഗവാൻ ഉദ്ദേശിച്ചത് എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി. ഒന്ന് അധികാരപ്പെടുത്തിയിട്ടുള്ള കർമ്മമാണ്, മറ്റൊന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന കർമ്മമാണ്. അകർമ്മം എന്ന് പറയുന്നത് ആ കർമ്മം ചെയ്യാതിരിക്കുന്നതാണ്, നിർദ്ദേശിച്ച കർമ്മം ചെയ്യാതിരിക്കുന്നതാണ് അകർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബുദ്ധിയോഗത്തിൽ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കും. ഗുരു പറയുന്നത് അനുസരിച്ച് കർമ്മഫലേച്ഛ ഇല്ലാതെ നമ്മൾ എന്താണോ നിർദ്ദേശിച്ച കർമ്മം ചെയ്യുക. സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ ഗുരുവിന്റെ വാക്കുകളെ വളച്ചൊടിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാതിരിക്കുക. നിർദ്ദേശിക്കപ്പെട്ട കർമ്മം ചെയ്യുകയും ചെയ്യുക. അത് ചെയ്യാതെ ആ കർമ്മത്തിൽ നിന്ന് ഒഴിവാകാതിരിക്കുക. ഈ 3 കാര്യങ്ങളാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അങ്ങനെയാണ് നമ്മൾക്ക് ബുദ്ധിയോഗത്തിൽ മുന്നേറാൻ സാധിക്കുന്നത്. ഗുരു പറഞ്ഞിട്ടുള്ള കാര്യം കർമ്മഫലേച്ഛ ഇല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ ഫലമൊക്കെ ഭഗവാന്റെ കയ്യിലാണ്. എപ്പോഴാണോ ആവശ്യമുള്ളത് ഭഗവാൻ തന്നുകൊള്ളും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ആ കർമ്മങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ബുദ്ധിയോഗത്തിൽ നമ്മൾക്ക് പുരോഗമിക്കാൻ സാധിക്കും.
ഇപ്പൊ ക്ലിയർ ആണോ? മനസ്സിലായി പ്രഭുജി. ഓക്കെ പ്രഭുജി. ഹരേ അപ്പൊ പറയൂ, ഏതൊക്കെയാണ് 3 കർമ്മങ്ങൾ? ഏതൊക്കെയാണ് 3 കർമ്മങ്ങൾ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്? ഗുരു പറഞ്ഞു തന്നിട്ടുള്ള കർമ്മം യെസ്. ഒന്ന്. പിന്നെ നമുക്ക് വിധിക്കപ്പെട്ട കർമ്മം, നമ്മൾ ഭൗതികമായിട്ട് ചെയ്യുന്ന കർമ്മം അത് ഭക്തിയോഗത്തിൽ വരില്ല എന്ന് പറയുന്നു. ഒന്ന്. പിന്നെ വികർമ്മം, അകർമ്മം ചെയ്യാൻ പാടില്ലാത്തത് അകർമ്മം. നമുക്ക് വിധിക്കപ്പെട്ട കർമ്മം ചെയ്യാതിരിക്കണത് അകർമ്മം. യെസ്. നമ്മളോട് പറഞ്ഞു നിർദ്ദേശിച്ചിട്ടുള്ള കർമ്മം ചെയ്യാതിരിക്കുന്നതാണ് ആ കർമ്മം അല്ലെ? വികർമ്മം ഇവിടെ ഭഗവാൻ പറഞ്ഞിട്ടില്ല. വികർമ്മത്തിനെ കുറിച്ച് ഇവിടെ ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നില്ല. 3 തരം കർമ്മം മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ. ഇനി ഈ കർമ്മം, യെസ്, ഹേമലത മാതാജി പറഞ്ഞു. പ്രഭുജി, 3ാമത്തെ കർമ്മത്തിന്റെ ഒന്നുകൂടി പറയോ? 3ാമത്തത് അകർമ്മം. അകർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ഗുരു ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു, പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. നാമം ജപിക്കാൻ പറഞ്ഞു അല്ലെ? നമ്മൾ നാമം ജപിക്കുന്നില്ല. 16 മാല ജപിക്കണം എന്ന് പറഞ്ഞു, നമ്മൾ 16 മാല ജപിക്കുന്നില്ല, ജപിക്കാണ്ടിരിക്കുക. അതാണ് ആ കർമ്മം. കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു. അർജുനനോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു, അർജുനൻ യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ അത് ആ കർമ്മമാണ്. നിർദ്ദേശിച്ചു, യുദ്ധം ചെയ്യാൻ നിർദ്ദേശിച്ചു ഭഗവാൻ, പക്ഷെ യുദ്ധം ചെയ്യുന്നില്ല. അപ്പൊ അതെന്തായിട്ട് മാറും? ആ കർമ്മമായിട്ട് മാറും. പക്ഷെ അർജുനൻ യുദ്ധം ചെയ്യുന്നു, അപ്പോൾ എന്താണ്? നിർദ്ദേശിച്ച കർമ്മം ചെയ്യുന്നു. കർമ്മണ്യേവ അധികാരത്തെ, അധികാരപ്പെടുത്തിയിട്ടുള്ള കർമ്മം അദ്ദേഹം ചെയ്യുന്നു. അതാണ് വ്യത്യാസം. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രഭുജി, ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പൊ നമ്മളൊരു അമ്മയാണെങ്കിൽ അമ്മയുടെ ഒരു ഉത്തരവാദിത്തം അല്ലെ ഒരു കർമ്മത്തിൽ വരുന്നതാണല്ലോ കുട്ടികളെ നോക്കുക എന്നൊക്കെ ഉള്ളത്, കുട്ടികളെ വളർത്തുക എന്നുള്ളത്. അപ്പൊ അത് നമ്മൾ ചെയ്യാതിരിക്കുമ്പോ അത് അകർമ്മമായിട്ട് വരത്തില്ല? അങ്ങനെ ഒരാള് അതൊന്നും ചെയ്യാതിരിക്കുകയാണ്, ഒരമ്മ അവരുടെ ഉത്തരവാദിത്തം ചെയ്യാതിരുന്നാൽ അത് അകർമ്മമായിട്ട് വരുവല്ലേ? അതെ, നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട കർമ്മം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറില്ല. ആ കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിനെയാണ് ഭഗവാൻ ആ കർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ആ അകർമ്മവും നമ്മളെ ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല. നമ്മൾ ആ കർമ്മം ചെയ്യാതിരുന്നത് കൊണ്ട് നമ്മൾക്ക് അതിന്റെ ദോഷമുണ്ടാകും അല്ലെ? ഭഗവാൻ ഇവിടെ പറഞ്ഞു, നീ യുദ്ധം ചെയ്തിട്ടില്ലെങ്കിലാണ് നിനക്ക് ദോഷമെന്ന്. അർജുനൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ യുദ്ധം ചെയ്താൽ എനിക്ക് പാപം ഉണ്ടാകും. ഭഗവാൻ പറയുന്നത് എന്താണ്? നീ യുദ്ധം ചെയ്തിട്ടില്ലെങ്കിലാണ് നിനക്ക് പാപം ഉണ്ടാകുന്നത്. കാരണം നിനക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള കർമ്മമാണ് യുദ്ധം. ക്ഷത്രിയൻ എന്നുള്ള നിലയിൽ നീ ചെയ്യേണ്ടതാണ്, നിന്റെ കടമയാണ്. അപ്പൊ നമ്മുടെ കടമയായിട്ട് വരുന്ന കർമ്മങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുന്നതാണ് അകർമ്മം എന്ന് പറയുന്നത്. അത് തമോ ഗുണത്തിലാണ് വരുന്നത്. നമ്മൾ കർമ്മം വലിയ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും. വേറെന്തെങ്കിലും പേരിൽ നമ്മൾ നമ്മുടെ കടമകൾ ഒഴിവാക്കി വിടാൻ ശ്രമിക്കും. അങ്ങനെ നമുക്ക് കർമ്മത്തിനെ ഒഴിവാക്കി വിടാൻ സാധിക്കുകയില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് വരുന്ന കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ. ഇനിയിപ്പം ഏത് മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ ആ ബുദ്ധിയോഗത്തിലുള്ള കർമ്മം ചെയ്യേണ്ടത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ബുദ്ധിയോഗത്തിൽ നമ്മൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ വിട്ടുപോകും അല്ലെ? അതിന്റെ നമ്മൾ ഏത് ഭാവത്തിൽ നമ്മൾ ആ കർമ്മം ചെയ്യണമെന്ന് 48ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. നമുക്ക് അതുകൂടി വായിക്കാം. യോഗസ്ഥക്കുരു കർമാണി സംഘം തിക്വാ ധനഞ്ജയ സിദ്ധ്യോ സമോഭൂത്വ സമത്വം യോഗ ഉച്യതേ. വിവർത്തനം ഭഗവർത്ഥം വായിച്ചോളൂ, അതിനുശേഷം നമ്മൾക്ക് നോക്കാം. ഹരേ കൃഷ്ണ പ്രഭു. യെസ്, ധന്യവാദം. വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. യോഗസ്ഥഃ കുരു കർമാണി സംഘം ത്യക്തോ ധനഞ്ജയ സിദ്ധ്യോ സമോ ഭൂത്വ സമത്വം യോഗ ഉച്യതേ. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് കി ജയ്. വിവർത്തനം. അല്ലയോ അർജുന, ജയാപജയങ്ങളോടുള്ള മമത വെടിഞ്ഞ് സമചിത്തതയോടെ നിന്റെ കർത്തവ്യം അനുഷ്ഠിക്കുക.
ഈ സമചിത്തതയെയാണ് യോഗം എന്ന് പറയുന്നത്. ഭാവാർത്ഥം: യോഗസ്ഥനായി പ്രവർത്തിക്കണമെന്ന് കൃഷ്ണൻ അർജുനനോട് പറയുന്നു. എന്താണ് ഈ യോഗം? സദാ അസ്വസ്ഥങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക വഴി മനസ്സിനെ പരമോന്നതനിൽ ഏകാഗ്രീകരിക്കലാണ് യോഗം. ആരാണ് പരമോന്നതൻ? പരമോന്നതൻ ഭഗവാനാണ്. അവിടുന്ന് തന്നെ അർജുനനോട് പൊരുതാൻ ആജ്ഞാപിക്കെ യുദ്ധത്തിന്റെ അനന്തരഫലങ്ങളെപ്പറ്റി ആകുലപ്പെടാനെന്തുണ്ട്? ലാഭവും വിജയവും കൃഷ്ണന്റേതു മാത്രം. ഭഗവദാജ്ഞാനുസൃതമായി പ്രവർത്തിക്കുകയെ അർജുനൻ ചെയ്യേണ്ടതുള്ളൂ. കൃഷ്ണന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക എന്നതാണ് യഥാർത്ഥ യോഗം. കൃഷ്ണാവബോധം എന്ന് പറയപ്പെടുന്ന പ്രക്രിയയിൽ പരിശീലിക്കുന്നതും ഇതേ യോഗം തന്നെ. കൃഷ്ണാവബോധം കൊണ്ട് മാത്രമേ ഒരാൾക്ക് അധീശത്വഭാവത്തിൽ നിന്ന് മുക്തനാകാൻ കഴിയൂ. ഒന്നുകിൽ കൃഷ്ണന്റെ സേവകനാവുക, അല്ലെങ്കിൽ കൃഷ്ണഭക്തന്മാരുടെ സേവകനാവുക. അതാണ് കൃഷ്ണാവബോധത്തോടെ സ്വധർമ്മം നിറവേറ്റാനും യോഗയുക്തനായി പ്രവർത്തിക്കാനുമുള്ള ഒരേയൊരു വഴി. അർജുനൻ ക്ഷത്രിയനാണ്. ആ നിലയിൽ വർണ്ണാശ്രമധർമ്മ വ്യവസ്ഥയിൽ അദ്ദേഹത്തിന് പങ്കെടുക്കേണ്ടതുണ്ട്. വർണ്ണാശ്രമധർമ്മത്തിന്റെ മുഖ്യ ലക്ഷ്യം വിഷ്ണുവിനെ സംതൃപ്തനാക്കുകയാണെന്ന് വിഷ്ണു പുരാണം ഊന്നിപ്പറയുന്നു. ഭൗതിക ലോകത്തിൽ സാർവത്രികമായി കാണുന്നതുപോലെ സ്വയം തൃപ്തിപ്പെടുകയല്ല, കൃഷ്ണനെ സംതൃപ്തനാക്കുകയാണ് വേണ്ടത്. കൃഷ്ണനെ തൃപ്തിപ്പെടുത്താതെ ഒരാൾക്ക് വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥയുടെ നിബന്ധനകൾക്കനുസരിച്ച് പ്രവർത്തിക്കാനാവില്ല. താൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുവാനാണ് അർജുനനെ കൃഷ്ണൻ പരോക്ഷമായി ഉപദേശിക്കുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ധന്യവാദജി. ഹരേ കൃഷ്ണ. യെസ്, അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ബുദ്ധിയോഗത്തിൽ പ്രവർത്തിക്കുന്നത് വളരെ ലളിതമാണ്, വളരെ ഈസിയാണ്. എന്ത് ചെയ്താൽ മതി? എന്താണോ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണോ ഗുരു പറഞ്ഞിട്ടുള്ളത്, അത് അങ്ങോട്ട് ചെയ്താൽ മതി. നമ്മൾ അതിന്റെ റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷെ സാധാരണഗതിയിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുക? അതിന്റെ റിസൾട്ട് എന്തായി? അല്ലെ, റിസൾട്ട് നല്ലതാണെങ്കിൽ നമ്മൾ നല്ല ഉത്സാഹത്തോടു കൂടി നല്ല രീതിയിൽ പ്രവർത്തിക്കും, വീണ്ടും വീണ്ടും ചെയ്യാൻ നമ്മൾക്ക് തോന്നും. പക്ഷെ നമ്മൾ വിചാരിച്ച റിസൾട്ട് അല്ലെങ്കിൽ വിചാരിച്ച ഫലം അല്ലെങ്കിൽ നമ്മുടെ സങ്കല്പത്തിലുള്ള കാര്യമല്ല സംഭവിച്ചതെങ്കിൽ നമ്മൾ പിന്നെ അതിൽ അത്ര ഉത്സാഹം കാണിക്കില്ല. നമ്മുടെ ഉത്സാഹം കുറഞ്ഞു കുറഞ്ഞു വരും. ഓ, ഞാൻ ഇത്രയ്ക്ക് നാമം ജപിച്ചിട്ടും ഇങ്ങനെയൊക്കെയാണല്ലോ സംഭവിക്കുന്നത്, പിന്നെ എന്തിനാണ് ഞാൻ നാമം ജപിക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കും. അപ്പൊ നമ്മുടെ നോട്ടം എങ്ങോട്ടാണ്? നമ്മുടെ നോട്ടം ആ റിസൾട്ടിലേക്കാണ്, ഫലത്തിലേക്കാണ് നോട്ടം. അങ്ങനെ ഫലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അധികകാലം ഈ ബുദ്ധിയോഗത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ എന്താണ് ഇവിടെ പറയുന്നത്? സിദ്ധ്യ അസിദ്ധ്യോ സമോഭൂത്വ സമത്വം യോഗ ഉച്ചത്. യോഗസ്ഥക്കുരു കർമ്മ. ഭഗവാൻ നിർദ്ദേശിച്ചതനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്താൽ മാത്രം മതി. സംഘം തെക്വാ ധനഞ്ജയ. ആ ഫലാസക്തി, ഫലം എന്തായിരിക്കണം എന്നുള്ള ചിന്ത ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത്. നമ്മളെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ആദ്യം തന്നെ ഫലം ഇതായിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഭക്തിയോഗത്തിൽ പ്രവർത്തിക്കുന്നത് തന്നെ. അല്ല, അമ്പലത്തിൽ എന്തിനാണ് പോകുന്നത്? ഭഗവാനെ, എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ എന്താണ് അവിടെ പോയിട്ട് വഴിപാട് ചെയ്യാം. ആ രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭക്തിയോഗത്തിൽ അധികം മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഭഗവാൻ എന്താണ് പറയുന്നത്? സംഘം തിക്വാ ധനഞ്ജയ. ഫലത്തിൽ ഉള്ള ആസക്തി ഉപേക്ഷിച്ച് നമ്മൾ പ്രവർത്തിക്കണം. നമ്മുടെ ആസക്തി എന്തിൽ മാത്രമായിരിക്കണം? ഇത് ഭഗവാന് തൃപ്തികരമാകുമോ, അല്ലെങ്കിൽ ഇത് ഗുരുവിനെ തൃപ്തിപ്പെടുത്തുമോ, ഇത് ഗുരു നിർദ്ദേശിച്ചതാണോ, അല്ലെങ്കിൽ ഇത് ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണോ എന്നത് മാത്രം നോക്കി പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. സംഘം തിക്വാ ധനഞ്ജയ. സിദ്ധ്യസിദ്ധ്യോ സമോഭൂത്വ എന്നാണ് ഭഗവാൻ പറയുന്നത്. ജയമോ തോൽവിയോ എന്ന് നോക്കാതെ തന്നെ പ്രവർത്തിക്കണമെന്ന്. അർജുനൻ തോറ്റാലും കുഴപ്പമൊന്നുമില്ല, ഭഗവാന് കുഴപ്പമൊന്നുമില്ല. ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നുണ്ട്. കാരണം എന്താണ്? ഭഗവാൻ പറഞ്ഞത് അനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ പ്രവർത്തിക്കാനാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്നതാണെങ്കിൽ ആ വ്യക്തി എന്തിലാണ് ഇരിക്കുന്നത്? ബുദ്ധിയോഗത്തിലാണ് ഇരിക്കുന്നത്. അല്ലെ, നമ്മൾ ഭക്തിയിൽ ആദ്യം വരുന്ന സമയത്ത് നമ്മൾ നാമം ജപിക്കാനൊക്കെ തുടങ്ങി, നമ്മൾ യമനിയമങ്ങളൊക്കെ പാലിച്ചു, ഓ, നല്ല റിസൾട്ടൊക്കെ നമ്മൾക്ക് വരാൻ തുടങ്ങി.
ഇല്ല, നല്ല കാര്യങ്ങൾ. അപ്പൊ നമ്മൾ പറയും, ഓ ഞാൻ നേരത്തെ തന്നെ ഭക്തിയിൽ വരേണ്ടതായിരുന്നു, ഇത്രയും കാലം ഞാൻ ഭക്തിയിൽ വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് വലിയ ഉത്സാഹം ഉണ്ടാവും. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് വിപരീതമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാലോ, അപ്പൊ പിന്നെ നമ്മൾ ആകെ നിരാശരാകും. ഓ ഇത്രയും ഭക്തി ചെയ്തിട്ടും എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ഇത് ഞാൻ വിചാരിച്ച മാതിരിയല്ലല്ലോ. അങ്ങനെയല്ല നമ്മൾ ഭക്തിയിൽ പ്രവർത്തിക്കേണ്ടതെന്നാണ് ഭഗവാൻ പറയുന്നത്. എന്താണോ ഭഗവാൻ പറഞ്ഞത് അത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ റിസൾട്ടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നാണ്. കാരണം ഭഗവാൻ നമ്മളെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് അനുസരിച്ച് ഭഗവാൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളും എന്ന് പൂർണ്ണമായിട്ട് ഭഗവാനിൽ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ ബുദ്ധിയോഗത്തിൽ തുടർന്നു പോകാൻ സാധിക്കുകയുള്ളൂ. അതിനാണ് സമത്വം എന്ന് പറയുന്നത്, അതിനാണ് യോഗസ്ഥൻ എന്ന് ഭഗവാൻ പറയുന്നത്. അല്ലാതെ പുറമേയുള്ള സാഹചര്യങ്ങൾ നോക്കി നമ്മൾക്ക് ഭക്തിയോഗത്തിന് വിലയിരുത്താൻ സാധിക്കില്ല. പുറമേയുള്ള സാഹചര്യം ഓരോ ദിവസവും മാറി മാറി വരാം. ഭാഗവതത്തില് ഉദ്ധവോപദേശത്തിൽ ഭഗവാൻ 24 ഗുരുക്കന്മാരെ കുറിച്ച് പറയുന്നത്. അതിൽ ഒരു ഗുരുവായിട്ട് പറയുന്നതാണ് ചന്ദ്രൻ. അല്ലെ, ചന്ദ്രന്റെ അവസ്ഥ എന്താണ്? ചന്ദ്രന് ഓരോ ദിവസവും ഓരോ അവസ്ഥയാണ്. അല്ലെ, കുറച്ച് ദിവസം വൃദ്ധി ഉണ്ടാകും, കുറച്ച് ദിവസം ക്ഷയമുണ്ടാകും. അല്ലെ, അത് മാറ്റമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ക്ഷയിച്ച് വരും, പിന്നെ തീരെ കാണാതെയാവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വൃദ്ധി ഉണ്ടാവും. ആ വൃദ്ധി ഉണ്ടായിട്ട് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ക്ഷയിക്കാൻ തുടങ്ങും. പക്ഷെ അതിലൊന്നും ചന്ദ്രൻ അതിനെക്കുറിച്ച് വേവനാതിപ്പെടുന്നില്ല. ചന്ദ്രൻ ദിവസവും അതിന്റെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും. ദിവസവും ഉദിക്കുന്നുണ്ട്, ദിവസവും അസ്തമിക്കുകയും ചെയ്യുന്നുണ്ട്. തന്നാലാകുന്ന പ്രകാശം എല്ലാവർക്കും കൊടുക്കുന്നുമാണ്. താൻ വളരെ ശോഷിച്ചിട്ടാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ പൂർണ്ണ പ്രകാശത്തോടെയാണ് ഇരിക്കുന്നത്, അതൊന്നും ചന്ദ്രൻ നോക്കുന്നില്ല. ഞാൻ എന്നെ ആളുകൾക്ക് തീരെ കാണാൻ സാധിക്കില്ല, ഇന്ന് അമാവാസിയാണ് എന്ന് പറഞ്ഞ് ചന്ദ്രൻ ഉദിക്കാതിരിക്കുന്നില്ല. അമാവാസി ദിനത്തിലും ചന്ദ്രൻ ഉദിക്കുന്നു. അപ്പോൾ പുറമേയുള്ള സാഹചര്യം, ശരീരത്തിന്റെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ദിവസവും മാറ്റങ്ങൾ വരാം. ഒരു ദിവസം നല്ല സുഖമായിരിക്കും, അടുത്ത ദിവസം അസുഖങ്ങൾ ഉണ്ടായിരിക്കും. ഒരു ദിവസം നമ്മൾക്ക് നല്ല ലാഭം ലഭിച്ചു, ഒരു ദിവസം നഷ്ടമായിരിക്കും ഉണ്ടാവുക. ഒരു ദിവസം നല്ല സന്തോഷമാണ്, ഒരു ദിവസം ദുഃഖമായിരിക്കും, ഒരു ദിവസം സങ്കടമായിരിക്കും. ഇതൊക്കെ ഭൗതിക ലോകത്തിൽ എന്തായാലും മാറി മാറി വന്നുകൊണ്ടിരിക്കും. അതിന് ഭക്തിയോഗവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നമ്മുടെ പൂർവ്വകർമ്മത്തിനനുസരിച്ച് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് നോക്കാതെ സിദ്ധ്യോ സമോഭൂത സമത്വം യോഗ ഉച്ചത. അതെന്തൊക്കെയായാലും, അസുഖമാണെങ്കിലും അല്ലെങ്കിലും, സുഖമാണെങ്കിലും അല്ലെങ്കിലും, ലാഭമാണെങ്കിലും അല്ലെങ്കിലും, നഷ്ടമാണെങ്കിലും അല്ലെങ്കിലും, നമ്മൾക്ക് നിർദ്ദേശിച്ചിട്ടുള്ള കർമ്മം, ഉദ്യോഗത്തിലെ കർമ്മം, നാമജപം, ഭഗവത്ഗീത ശ്രവണം, ഭാഗവത ശ്രവണം, ഇത് നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഏതവസ്ഥയിലും അത് ചെയ്യുന്നവരാണ് ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള വ്യക്തിയാണ് ഭഗവാൻ എന്തെന്ന് പറഞ്ഞിട്ടുള്ളത്? യോഗസ്ഥൻ എന്ന് പറഞ്ഞു. അല്ലാതെ നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കുമ്പോൾ ഭക്തി ചെയ്യാം, മോശം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഭക്തി ഉപേക്ഷിക്കാം എന്ന് വിചാരിക്കുന്ന വ്യക്തി ഫലത്തിൽ ആസക്തനാണ്. ആ വ്യക്തി ഇപ്പോഴും ഭക്തിയിലേക്ക് എത്തിയിട്ടില്ല, യോഗസ്ഥനായിട്ടില്ല എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ യോഗസ്ഥനായിട്ട് സാഹചര്യങ്ങൾ നോക്കാതെ, നല്ല സാഹചര്യമാണെങ്കിലും മോശം സാഹചര്യമാണെങ്കിലും ഭക്തിയിൽ മുന്നോട്ട് തന്നെ പോകണം. അങ്ങനെയുള്ള വ്യക്തിയാണ് ഭഗവാൻ യോഗസ്ഥൻ, അല്ലെങ്കിൽ സമത്വം യോഗ ഉച്ചത. ആ സമത്വം, എല്ലാ സാഹചര്യത്തിലും ഒരേപോലെ ഭക്തിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നവൻ, അതാണ് യഥാർത്ഥ ബുദ്ധിയോഗത്തിലെ പ്രവർത്തനം എന്നാണ് ഭഗവാൻ അവിടെ പറയുന്നത്. അല്ലാത്ത വ്യക്തികൾ കർമ്മഫലത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ബുദ്ധിയോഗത്തിൽ പ്രവർത്തിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഗുരുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതിൽ ചിലപ്പോൾ നമ്മൾക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന് വരാം, ചിലപ്പോൾ അത്ര നന്നായില്ല എന്ന് വരാം, ചിലപ്പോൾ തെറ്റായിപ്പോയി എന്ന് വരാം. അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ കഴിവിനനുസരിച്ച് പ്രവർത്തിക്കുക മാത്രം ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അത് ഭഗവാനെ തൃപ്തനാക്കിക്കോളും എന്നുള്ളതാണ്. അങ്ങനെയുള്ള പ്രവർത്തനമാണ് ബുദ്ധിയോഗം എന്നാണ് ഭഗവാൻ പറയുന്നത്. ആ ബുദ്ധിയോഗത്തിലൂടെ എന്ത് സംഭവിക്കും എന്ന് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. അത് നമ്മൾക്ക് അടുത്ത ദിവസം നോക്കാം.
ഇപ്പോൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ പറയാം. ഈ 48ാമത്തെ ശ്ലോകത്തിൽ എന്താണ് സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. യെസ്, 48ാമത്തെ ശ്ലോകത്തിൽ ഒരു സംശയമില്ലാതെ വിചാരിക്കുന്നു. അപ്പോൾ 48ാമത്തെ ശ്ലോകത്തിന്റെ ഉദാഹരണം എന്താണ് നമ്മൾ പറഞ്ഞത്? ചന്ദ്രനെയാണ് പ്രഭു. ചന്ദ്രനെ ഉദാഹരണം പറഞ്ഞതല്ലേ പ്രഭു? യെസ്, ഉദാഹരണം പറഞ്ഞത് ചന്ദ്രനെയാണ്. എന്തായിരുന്നു പറഞ്ഞത്? ചന്ദ്രൻ ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ക്ഷയിച്ചു വരും, ചില സമയത്ത് നല്ല പ്രകാശം വരുത്തും. എന്നാലും ചന്ദ്രന്റെ ഡ്യൂട്ടി ചന്ദ്രൻ ചെയ്യുന്നുണ്ട്. യെസ്, അത് നമ്മുടെ ജീവിതമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? നമ്മളുടെ ജീവിതത്തിൽ സുഖം ദുഃഖവും ഒക്കെ മാറി മാറി വരും, ലാഭം നഷ്ടം വരും. അപ്പൊ അതിലൊന്നും അസ്വസ്ഥത കാണിക്കാതെ നമ്മുടെ ഡ്യൂട്ടികൾ നമ്മൾ ചെയ്യാ. ഭഗവാന് വേണ്ടി നമ്മുടെ ഡ്യൂട്ടികൾ എന്താ അത് ചെയ്യാ. ശ്രീകൃഷ്ണ പ്രഭുജി, ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക. ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക. ഫലം ഇച്ഛിക്കാതെ ഏത് കർമ്മമാണ് ചെയ്യാൻ പറ്റുന്നത്? ചന്ദ്രന്റെ ഡ്യൂട്ടി ചെയ്യമാരി നമുക്ക് ഭഗവാനോടുള്ള ഡ്യൂട്ടി നമ്മൾ ചെയ്യാം. അത് ഭഗവത് ഭക്തിയോടുകൂടി അത് ചെയ്യാം. ഭഗവാനോടുള്ള ഡ്യൂട്ടി എന്താണ്? ഭഗവാൻ ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ ധ്യാനിക്കുക എന്നുള്ളതാണ്. എന്താണ് ഡ്യൂട്ടി? എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? നാമം ജപിക്കുക. നാമം ജപിക്കുക, ഭഗവാന് വേണ്ടി സേവ ചെയ്യുക. യെസ്, നമ്മൾ സ്പെസിഫിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ ഒഴുക്കിൽ പറഞ്ഞു പോയി ഇതേപോലെ തന്നെ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ കർമ്മബലം ചെയ്യുക. അതായത് നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഭഗവാന്റെ അടുത്ത് ആദ്യമേ തന്നെ പറഞ്ഞ്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഇന്ന ഡ്യൂട്ടി ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ മാറ്റി വെക്കാതെ ഭഗവാനോടുള്ള ഭക്തി സമർപ്പണ ഭാവത്തോടു കൂടി ചെയ്യാം. അതെന്താ ചെയ്യുന്നത്? എന്ത് ചെയ്യും നമ്മള്? ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യും? നാമം ജപിക്കാം, ക്ഷേത്രങ്ങളില് പോയി ഭഗവാന് വേണ്ടി സേവ ചെയ്യാം. പിന്നെ ഭഗവാന് ഭക്ഷണം ഉണ്ടാക്കി ഭഗവാനെ സമർപ്പിക്കാം. ശ്രവണം ചെയ്യണം. പ്രധാനമായിട്ടും നമ്മൾ ശ്രവണം ചെയ്യണം. ഭഗവാനെ കുറിച്ച് കേൾക്കണം, ഭഗവാന്റെ നാമം ജപിക്കണം, അതേപോലെ ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കണം, അല്ലെ? പുസ്തക വിതരണം ചെയ്യണം. ഇതൊക്കെയാണ് നമ്മൾക്ക് ആക്ച്വലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇതൊക്കെ നമ്മളല്ല ആക്ച്വലി ചെയ്യണം, അല്ലെ? അല്ലെങ്കിൽ നമ്മള് ജീവിതകാലം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കും. എന്ത് പറഞ്ഞുകൊണ്ടിരിക്കും? എന്താണ് ബലേച്ഛ കൂടാതെ കർമ്മം ചെയ്യുക എന്ന് പറയും. എന്തെങ്കിലും ചെയ്യോ? ഒന്നും ചെയ്യാൻ നമ്മൾക്ക് സാധിക്കില്ല. ആക്ച്വലി നമ്മൾ ചെയ്യണം. ഭഗവാന്റെ നാമം ജപിക്കണം, ഭഗവാനെ കുറിച്ച് കേൾക്കണം, ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കണം, അല്ലെ? ഇതാണ് പ്രധാനമായിട്ടും നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് ഭഗവാന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങൾ. ഓക്കെ, യെസ്. ബാക്കി നമുക്ക് അടുത്ത ദിവസം വായിക്കാം. ഇപ്പൊ നമുക്ക് ശ്ലോകം വായിക്കാം. ആരാണ് വായിക്കുന്നത്? പ്രഭുജി? രണ്ടാമത്തെ അധ്യായത്തിലെ ശ്ലോകം ഫുള്ള് വായിക്കാം. രണ്ടുപേർക്ക് വേണമെങ്കിലും വായിക്കാം. ഗീതാ മാതാജി വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ.